എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. NBK 109 നന്ദമൂരി ബാലകൃഷ്ണ, നമ്മുടെ ബാലയ്യ നായകനാവുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ബോബി കൊല്ലി. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ ഒരേ ഒരു പ്രത്യേകതയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ. ഒരു വലിയ റൂമേഴ്സ് കടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത് കളിച്ച റൂമേഴ്സ് എന്നറിയോ? നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ, നീ അങ്ങോട്ട് കുറച്ച് കൂടുതൽ അങ്ങനെ എമ്മാരി സാധനം എടുത്തോണ്ട് വരുന്നത്. അപ്പൊ അതിനിടക്ക് ചാടിക്കേറി പറഞ്ഞുള്ളൂ. നമ്മുടെ സ്വന്തം DQ ഉണ്ടാകും എന്നുള്ള ഒരു റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നമ്മുടേതായ വഴിയിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സംഭവം ഫേക്ക് ഒന്നും ആയിരുന്നില്ല. പക്ഷെ അത് ദുൽഖർ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് കേട്ടത്. പക്ഷെ ബന്ധങ്ങൾ നോക്കിയാൽ ചിലതൊക്കെ സത്യമാണ് എന്നുള്ളതും തോന്നുന്നുണ്ടായിരുന്നു. സിത്താര എന്റർടൈൻമെന്റ്സ്. അതെ, സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അതിന്റെ ദുൽഖറും സിത്താര എന്റർടൈൻമെന്റ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ചിലപ്പം ഈ റൂമറുകളൊക്കെ ഒന്ന് സത്യമായേക്കാം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അതെ, പിന്നെ മറ്റൊരു ബന്ധമുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അത് നന്ദമൂരി ബാലകൃഷ്ണയുടെ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വമ്പനിറ്റായില്ലേ ആഹാ ചാനലിലുള്ള. സുഖമാണോ മമ്മൂക്ക, സുഖമാണോ? സുഖം തന്നെ, സുഖം തന്നെ, സുഖം തന്നെ. ഓക്കെ, എന്തായാലും ആളുടെ NBK 109 എന്ന സിനിമയുടെ പേരിടൽ ചടങ്ങാണെന്ന്. എന്താണെങ്കിലും നമുക്കറിയായിരുന്നു ഇതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നപ്പോ തന്നെ ഇത് വേറൊരു ലെവൽ ഐറ്റം എന്നുള്ള രീതിയിലാണ് കേട്ടറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. കണ്ടു നോക്കാം. പേരെന്താണ്? രാജ് എന്താണ്? ദാക്കു മഹാരാജ്. ഓക്കെ, നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നത്? ഇല്ലല്ലേ, പറഞ്ഞിട്ടില്ലല്ലോ, ഓർക്കുന്നില്ല. എന്തായാലും കാണാം. അതാണ് സിനിമയുടെ ടൈറ്റിൽ. അതിന്റെ ടീസറാണ് വന്നിരിക്കുന്നത്, കാണാം. പരിപാടി തന്നെയാണ് കേട്ടോ, ചെറുതൊന്നും അല്ല. రామన్ రాక్షసులని ఆడించే రావణుడిది కాదు ఈ కథ. రాజ్యం లేకుండా యుద్ధం చేసిన ఒక రాజుది. యమధర్మరాజుది. మరణాన్ని వణికించిన మహారాజుది. NBK മഹാരാജ്. മോനെ. ഓ, ബോബി കൊല്ലി ഫിലിം. സംക്രാന്തി 2025 ജനുവരി 12. ദുൽഖറിനെ എവിടെയെങ്കിലും കണ്ടതായിട്ട്? അപ്പോൾ നമ്മൾ കേട്ടതറിഞ്ഞ തന്നെ സത്യമല്ലേ? ഓക്കെ. അപ്പോൾ ദുൽഖർ ആര് വില്ലനായിട്ട് കാണിച്ചേ? വില്ലനായിട്ട് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയി കിട്ടിയില്ല. നമ്മളെ ബോബി ഡിയോളോ അങ്ങനെ ആരോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ബോബി ഡിയോളോ ആയിരുന്നു അല്ലേ? ശരിയാ അല്ലേ? ബോബി ഡിയോളോ ആയിരുന്നു എന്നാണ് കേട്ടത്. നോക്കട്ടെ, സംഭവം അത് നീ നമ്മൾ സംശയിച്ചതാണോ ബോബി കൊല്ലിനെ? അല്ല അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിൽ കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല. നമ്മളാണെങ്കിൽ അത് ബോബി ഡിയോൾ. അപ്പൊ വില്ലൻ വീണ്ടും കങ്കുവയുടെ ചർച്ചയിലേക്ക് പോകാലോ. അതാ ഇന്നലെ ഒന്ന് കണ്ടു കഴിഞ്ഞു വന്നേ ഉള്ളൂ. അയ്യോ, അങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കരുത്. സത്യമായിട്ട് അത്രയും വലിയൊരു നടനെ വെറുതെ കോമഡി ആക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ബാലയ്യന്റെ സിനിമകളിലേക്ക് ഒരു നേച്ചർ വെച്ചിട്ട് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈ പഴയ രാജാക്കന്മാര് അങ്ങനത്തെ സാധനത്തിന്
സൂപ്പറായിരിക്കും. കാരണം Correct ആയിരിക്കും. അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെപ്പോഴും കുറച്ച് കൂടുതലായിട്ട് ആക്ഷൻ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഇങ്ങനത്തെ പഴയ സിനിമകളിൽ അങ്ങനത്തെ സാധനം കുറച്ച് കൂടുതൽ വേണം താൻ. ഇനി വേറൊരു കാര്യം പറയാം, സംഭവം നമ്മൾ ഈ കൂടുതലാവുന്നതിനെ വിമർശിക്കാറുണ്ട്. മൊത്തം ടോട്ടൽ മലയാളികൾ എപ്പോഴും വിമർശിക്കാറുണ്ട്. തീർച്ചയായിട്ടും. എന്നാൽ അതിനൊരു കഴിവ് വേണം എന്നുള്ളത് ഇന്നലെ കങ്കോ തെളിയിച്ചു കേട്ടോ. തീർച്ചയായിട്ടും അതിനൊരു ആംബിയർ വേണം. അല്ലാതെ ഒരാള് വന്ന് വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് പോയാല് നമുക്കത് കൺവിൻസിങ് ആവില്ല. നമ്മുടെ ബാലയ്യ ചെയ്യുന്ന സംഭവം ആൾക്കതിന് കഴിയുമെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം അഖണ്ഡ തന്നെ എടുക്കാം. അഖണ്ഡയിലെ അഘോര ആ ഒരു ക്യാരക്ടർ ശരിക്കും ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ആൾക്ക് വേണ്ടി കറക്റ്റ് ഉള്ള സാധനമായിരിക്കും. അതായത് ആ ഓറയും പിന്നെ ആള് ഈ ചെയ്യുന്നതെല്ലാം ആൾക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ അവതരിപ്പിച്ചാൽ ആ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ അവതരിപ്പിച്ച് ശ്രമിച്ചാൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റാത്തവർ ഉണ്ട് എന്നുള്ളത് ഇഷ്ടം പോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ശരിക്കും ബാലയെ ട്രോളുന്നത് ചെറുതായിട്ടൊന്ന് വെട്ടി കുറക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. സത്യം കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തോന്നിയൊരു സംഭവം കേട്ടോ. മറ്റൊരാളുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. ആള് കണ്ട് മനസ്സിലാക്കേണ്ട കൂടിയാണ്. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. അല്ല, ഒരു സാധനം ഇറക്കി വിടുമ്പം അത് ഏത് ക്വാളിറ്റിയിലാണ് വിടണ്ടേന്നുള്ളത് മെഗാസ്റ്റാർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. എന്താ അടിപൊളിയായിട്ട് ഇതിന്റെ വലിപ്പം നമുക്ക് ആ ഒരു ചെറിയ ഒരു തുടക്കത്തിലെ ആ ഒരു 5 കുതിര 6 കുതിര പോകുമ്പോ അതിന്റെ ഷോട്ട് വന്നിരിക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത് എന്തുമാത്രം വലുപ്പത്തിലുള്ളതാണ്. പിന്നെ കോസ്റ്റ്യൂം, മേക്കപ്പ്, പിന്നെ ആളെ അവതരിപ്പിച്ച രീതി, പിന്നെ ബിൽഡപ്പ് രീതി, ഇതൊക്കെ സൂപ്പറാ. 2 ചിറകും വെച്ച് കുതിരക്ക് പാറിപ്പറന്ന് വരുക. അത് അവതാറല്ലേ? പിന്നെ അവതാർ റീമേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും അത് വേണം. കോസ്റ്റ്യൂം മാത്രം ഞാൻ മാറ്റൂല, ബാക്കിയൊക്കെ ഞാൻ എല്ലാത്തിനും റെഡിയാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അതല്ല, ഇതിനകത്തൊരു പെട്ടെന്നൊരു ഞെട്ടൽ വന്ന സാധനം ഇതിന്റെ റിലീസ് ഡേറ്റാ. 12-ാം തീയതി ജനുവരി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആളെ അവതരിപ്പിച്ചത് ആളൊരു കോണ്ടസയാണോ ഒരു ബെൻസാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു ക്ലാസിക് പണ്ടത്തെ ഒരു അടിപൊളി കാറ്. അതിലാള് അത് കുറച്ച് കത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആള് നടന്നു വരുന്നത് നല്ല മോഡൽ ലുക്കിലായിരുന്നു. അപ്പൊ ആള് 2 ലുക്കിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും 2 ലുക്കിൽ തന്നെ ഉണ്ടാവും. യെസ്. അപ്പൊ നമ്മൾ ഇതിൽ കണ്ടോ? അപ്പൊ അത് ഇല്ലല്ലോ, ഇതില് ഇല്ല, ഒറ്റ ലുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അല്ല, തുടക്കത്തിൽ കാണിച്ചത് അത് ബോബി ഡിയോളുടെ ലുക്കല്ലേ. അപ്പൊ ആ ഒരു അത് ഫുള്ള് സ്യൂട്ടിലല്ലേ. അപ്പൊ ആ ഒരു ലുക്കിൽ തന്നെ ആ ഒരു കാലഘട്ടത്തില് ഇതിനകത്ത് വരുന്നുണ്ടാവും. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുമെന്ന് പറഞ്ഞത് ആ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത്. ഈ 2 കാലഘട്ടം കാണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അതായത് 100-ൽ 110% ഉറപ്പ് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ പോയ സിനിമയാണ് കങ്കുവ. എന്താണ് അതിന് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അതായത് ഒരു 2 കൊല്ലത്തേക്കെങ്കിലും അതിന്റെ ആഘാതം അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. നമ്മുടെ ഉറക്കത്തിൽ വരുന്നൊരു നൈറ്റ് മെയർ ആണ് തീർച്ചയായിട്ടും. എന്തായാലും അത് നമ്മൾ മറക്കാൻ പാടില്ല. അതിന് ഇനി ഇതിനെക്കാട്ടും വലിയ ബ്രഹ്മാണ്ടം രാജമൗലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും സത്യമായിട്ട് പറയാം. എന്നിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോ നമ്മുടെ ഉള്ളിലുള്ളൊരു ഇത് പറയുന്നു മാത്രമേ ഉള്ളൂ. അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വേറെ കാര്യം പറയട്ടെ, നമ്മൾ എങ്ങനെയൊക്കെ അനുഭവിച്ചാലും നമ്മൾ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണുമ്പോൾ പ്രതീക്ഷിച്ചു. സത്യം, അത് മനുഷ്യരുടെ നേച്ചറാണ്. ഇപ്പോൾ ഈ ബിറ്റ്കോയിൻ ഇല്ലേ, ബിറ്റ്കോയിന് അതിന്റെ സംഭവം പറഞ്ഞ പോലെയാണ്. അതിൽ എത്ര ആൾക്കാരുടെ ക്യാഷ് പോയിട്ടുണ്ട്, കോടികൾ. ഒരുപാട് പേര് വഞ്ചിതരായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ട് വീണ്ടും ഇത് വേറെ ഏതെങ്കിലും പേരിൽ വേറെയുള്ള ആൾക്കാർ ഓപ്പൺ ചെയ്യും, ഇറക്കും. ആൾക്കാർ അതിൽ പോയി ചാടും, കോടികൾ കളയും. സത്യം. പിന്നെ വീണ്ടും തന്നെ വീണ്ടും തന്നെ ആവർത്തിക്കും. അപ്പോൾ അത് തന്നെയാണ് മനുഷ്യരുടെ പ്രശ്നം. ഇതെന്തെന്നറിയോ, ശരിയാകുമായിരിക്കും അല്ലെങ്കിൽ അത് സെറ്റ് ആകുമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലാണ് ഏറ്റവും വലിയ വിഷയം. വന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതവിടെ തീരുന്ന പ്രശ്നമുള്ളൂ. ഇത് നമ്മൾ ഈ പ്രതീക്ഷ വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ. എന്നാലും ചെറുതായിട്ടൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ.
12-ാം തീയതി നോക്കാം. സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. കണ്ട് ഇപ്പൊ വന്ന സാധനം നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി ക്വാളിറ്റിയിലുമാണ്, മേക്കിങ്ങിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പൊ പലരും സിനിമ ചെയ്യുന്നത് ഫസ്റ്റ് ലുക്കിനും ട്രailerനും ടീസറിനും ഒക്കെ വ്യൂസ് കിട്ടാൻ അല്ല, ആ ഒരു രീതിയിൽ അതിനുള്ള ക്ലിപ്സുകളും കാര്യങ്ങളും മതി, അത് സെറ്റായാൽ മതി എന്ന് ചിന്ത തോന്നുന്നു. അതായത് ട്രെയിലർ ഗംഭീര ട്രെയിലർ ആയിരിക്കണം, ഫസ്റ്റ് ലുക്ക് വേറെ ലെവലായിരിക്കണം, ടീസർ ഗംഭീരമായിരിക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന പോസ്റ്ററുകൾ ഇതൊക്കെ ആളി കത്തണം. സിനിമ 10 വയസ്സൊക്കെ ഉണ്ടാകാനും പാടില്ല, അതിനൊരു പ്രാധാന്യമില്ല. അതാണ്, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും കൊള്ളാം, പ്രതീക്ഷിക്കാം, ചെറിയ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷിക്കാം, ബാക്കി വന്നതിന് ശേഷം നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.